Hi friends, we will video discuss secondary cells അതുപോലെ grouping of cells. അത് നമുക്ക് grouping of cells എന്ന് നോക്കാം. Grouping of cells എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽസിനെ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് സീരീസും റെസിസ്റ്റൻസ് ഇൻ പാരലലും നമ്മൾ കണ്ടതാണ്. റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് റെസിസ്റ്റൻസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എഫക്റ്റീവ് റെസിസ്റ്റൻസ് മൂന്നിൻ്റെയും കൂടെ സമ്മ് കിട്ടും. അതേപോലെ റെസിസ്റ്റൻസ് പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് റെസിസ്റ്റൻസും കൂടെ പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസിൻ്റെ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ഏറ്റവും ചെറുത് ഏതാണോ അതിനേക്കാൾ താഴെയായിരിക്കും വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, മൂന്നോ നാലോ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ റെസിസ്റ്റൻസിനെ ഫോം ചെയ്യാൻ പറ്റും, സീരീസ് ആയിട്ടും പാരലായിട്ടും. അതേപോലെ നമ്മൾ സെൽസിനെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെൽസിൻ്റെ വോൾട്ടേജ്, സെൽസിൻ്റെ ആംബിയർ ഹവർ റേറ്റിംഗ്, കറണ്ട് ഔട്ട്പുട്ട്, വോൾട്ടേജ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽസിനെ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് ചെയ്യുന്നത്. ആക്ച്വലി സിമ്പിൾ, ഇറ്റ്സ് നത്തിങ് ബട്ട് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. ബട്ട് സീരീസ് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, പാരലൽ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, ദാറ്റ്സ് ദ മാറ്റർ. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൽസ് ഇൻ സീരീസ് നോക്കാം. സെൽസ് ഇൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന് നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും, പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും, വിച്ച് ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. സോ ആനോഡ് ആൻഡ് കാഥോഡ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു സെല്ലിന്റെ നോർമൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു സെല്ലിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു സെല്ലിൽ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അടുത്തൊരു സെല്ലിനെ നമ്മൾ ഇതിനോട് സീരീസ് ആക്കണം. സീരീസ് മീൻസ് ഫസ്റ്റ് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ സെക്കൻഡ് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കണക്ഷൻ ഈസ് കോൾഡ് സീരീസ് കണക്ഷൻ. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുക. ഫസ്റ്റ് സെല്ലിന്റെ പോസിറ്റീവ്, സെക്കൻഡ് സെല്ലിന്റെ നെഗറ്റീവ്, തിരിച്ചും വരയ്ക്കാട്ടോ. സോ ദിസ് ടൈപ്പ് ഓഫ് കണക്ഷൻ ഈസ് കോൾഡ് സീരീസ് സെൽ കണക്ഷൻ, സെൽസ് ഇൻ സീരീസ് എന്ന് പറയും. അപ്പം ഇങ്ങനെ നമ്മൾ സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഒബ്ടെയിൻ ഹയർ വോൾട്ടേജ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജ്, ഈ സെല്ലിന്റെ വോൾട്ടേജ് 1.5 വോൾട്ട് ആണെന്ന് വിചാരിക്കും. എൻ്റെ ആപ്ലിക്കേഷൻസിൽ എനിക്ക് 1.5 പോരാ, എനിക്ക് 4.5 വോൾട്ടേജ് വേണം. ബട്ട് എൻ്റെ കയ്യിലുള്ളത് 1.5ന്റെ സെൽസ് മാത്രമേ ഉള്ളൂ. അത്തരം സിറ്റുവേഷൻസിൽ ഈ സെൽസിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1.5, 1.5, 1.5 ഇങ്ങനെ 1.5 സെൽസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1.5 + 1.5 + 1.5 വിച്ച് ഇസ് 4.5 വോൾട്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യണം, ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൂട്ടണം, ഹയർ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടണം. അത്തരം സിറ്റുവേഷൻസിലാണ് സെൽസിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4.5 വോൾട്ട് എന്ന് പറഞ്ഞ രീതിയിൽ മൂന്നിൻ്റെയും കൂടെ സം ചെയ്ത് കിട്ടും. പക്ഷേ നമ്മൾ ഈ സെല്ലിൻ്റെ കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആംബിയർ ഹവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. സെല്ലിൻ്റെ കപ്പാസിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആംബിയർ ഹവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഈ ആംബിയർ ഹവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ആംബിയർ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആംബിയർ ഹവർ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആംബിയർ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അബിലിറ്റി ടു ഡിസ്ചാർജ് എ കറണ്ട് ഇൻ ആംബിയേഴ്സ് കണ്ടിന്യൂസ്ലി ഫോർ 1 hour. ഒരു മണിക്കൂർ സമയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സമയത്തേക്ക് ആ സെല്ലിന് കണ്ടിന്യൂസ് ആയിട്ട് എത്ര ആംബിയർ ഔട്ട്പുട്ട് തരാൻ പറ്റും, എത്ര ആംപിയർ ഔട്ട്പുട്ട്, നോട്ട് വോൾട്ടേജ്, എത്ര ആംപിയർ ഔട്ട്പുട്ട് തരാൻ പറ്റും, ദാറ്റ് ഈസ് കോൾഡ് ദ കപ്പാസിറ്റി ഓഫ് എ സെൽ. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആംബിയർ ഹവറിലാണ്. സോ ഈ ആംബിയർ ഹവർ നിങ്ങൾ ബാറ്ററി മേടിക്കാൻ പോകുന്ന സമയത്ത്, നിങ്ങൾ ഓട്ടോമൊബൈൽസ് ബാറ്ററി ആയാലും ശരി, ഇൻവെർട്ടർ ബാറ്ററി ആയാലും വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ആംബിയർ ഹവർ, ഇത്ര ആംബിയർ ഹവറുള്ള ബാറ്ററി വേണം, ഇത്ര ആംബിയർ ഹവറുള്ള സെല്ല് വേണം എന്നാണ് നമ്മൾ പറയുന്നത്. സോ ദാറ്റ്സ് എ കപ്പാസിറ്റി ഓഫ് എ സെൽ. അപ്പോൾ ആ സെല്ലിന്റെ കപ്പാസിറ്റി ആംബിയർ ഹവറിലാണെന്ന് പറഞ്ഞു. ആ ആംബിയർ ഹവർ റേറ്റിംഗ് നമ്മൾ സെൽസ് സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. സപ്പോസ് ഇപ്പം എൻ്റെ ഈ സെല്ലിൻ്റെ ആംബിയർ ഹവർ 1.5 വോൾട്ട് 1 ആംബിയർ ഹവർ ആണെന്ന് വിചാരിക്കാം. ഞാനൊരു റാൻഡം വാല്യൂ എടുത്തതാണ്, 1 ആംബിയർ ഹവർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ 1 ആംബിയർ ഹവർ ആണെങ്കിൽ, ഈ 1 ആംബിയർ ഹവർ ആണ് ഇതിൻ്റെ ആംബിയർ റേറ്റിംഗ് എങ്കിൽ, ഇതിൻ്റെ 1 ആംബിയർ ഹവർ ആണ് ആംബിയർ റേറ്റിംഗ്, ഇത് 1 ആംബിയർ ഹവർ ആണ് എനിക്ക്. ടോട്ടൽ ആംബിയർ ഹവർ എന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റിൽ 1 ആംബിയർ ഹവർ. അതൊരിക്കലും ആഡപ്പ് ചെയ്ത് വരില്ല. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് എ സീരീസ് കണക്ഷൻ. മീൻസ് എ സീരീസ് കണക്ഷൻ ടു ഗെറ്റ് ഓൺലി ഹയർ വോൾട്ടേജ്. അതിന്റെ ആംബിയർ ഹവർ റേറ്റിംഗിൽ ചേഞ്ചസ് വരില്ല. ആ ആംബിയർ ഹവർ റേറ്റിംഗിൽ ഏതാണോ ഒരു സെല്ലിന്റെ ആംബിയർ ഹവർ റേറ്റിംഗ് അത് തന്നെയായിരിക്കും വരിക. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, 2 ആംബിയർ ഹവർ ആണ് ഇതിൻ്റെ മാത്രം 2 ആംബിയർ ഹവർ ആണെന്ന് വിചാരിക്കുക. ഇത്തരത്തിൽ നമ്മൾ സീരീസ് കണക്ഷൻസ് ചെയ്യാറില്ല.
സീരീസ് കണക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ആംബിയർ ഹവർ കണക്ഷൻ ആംബിയർ ഹവർ വാല്യൂസ് സെയിം ആയിരിക്കണം. ഇറ്റ്സ് നോട്ട് എ കമ്പൽസറി, ഇറ്റ്സ് നോട്ട് എ മാൻഡറ്ററി കൺസെപ്റ്റ്. മാൻഡറ്ററി ആയിട്ടുള്ള ഒരു സാധനമല്ല, പക്ഷേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് ഡിഫറൻസ് ആയിരിക്കും അതിന് ആംബിയർ ഹവർ വരിക എന്ന് മാത്രം. സോ ഇപ്പോൾ തൽക്കാലം നമ്മളുടെ ആസ് ആൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആംബിയർ ഹവർ റേറ്റിംഗ് സെയിം ആയതെങ്കിൽ മാത്രമേ നമുക്ക് സീരീസ് കണക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ സീരീസ് കണക്ഷനിൽ നമ്മൾ ആംബിയർ ഹവർ റേറ്റിംഗ് സീരീസ് ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഔട്ട്പുട്ട് ആസ് ദ ആംബിയർ ഹവർ ഓഫ് എ യൂണിറ്റ് സെൽ ഓർ സിംഗിൾ സെൽ. ഒരു സെല്ലിന്റെ ആംബിയർ ഹവർ റേറ്റിംഗ് അങ്ങനെ തന്നെ കിട്ടും. ബട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? ആഡ് അപ്പ് ചെയ്ത് വരും. ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് സീരീസ് കണക്ഷൻ. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പാരലൽ കണക്ഷൻ. നെക്സ്റ്റ് പാരലൽ കണക്ഷൻ ഡിസ്കസ് ചെയ്യും. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു നമ്മുടെ റെസിസ്റ്റൻസ് ഇൻ പാരലൽ പോലെ തന്നെയാണ്. ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും, അടുത്ത സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലും, ഇതിന്റെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ. എല്ലാ സെല്ലിന്റെയും പോസിറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്യുക, എല്ലാ സെല്ലിന്റെയും നെഗറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്യുക. ദിസ് ടൈപ്പ് ഓഫ് കണക്ഷൻ ഈസ് കോൾഡ് പാരലൽ കണക്ഷൻ. എല്ലാ സെല്ലിന്റെയും പോസിറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്യുക, എല്ലാ സെൽസിന്റെയും നെഗറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ ഓരോ സെല്ലിൻ്റെ EMFകൾ സപ്പോസ് ഇത് 1.5 ആണ്, 1.5 1 ആംപിയർ ഹവർ, 1.5 1 ആംപിയർ ഹവർ ഉള്ള മൂന്നെണ്ണം നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ പാരലൽ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഹയർ കറണ്ട് റേറ്റിംഗ് ഓർ ഹയർ ആംപിയർ ഹവർ റേറ്റിംഗ്. ഹയർ കറണ്ട് റേറ്റിംഗ് അല്ലെങ്കിൽ ഹയർ ആംപിയർ ഹവർ റേറ്റിംഗ് കിട്ടും എന്നുള്ളതാണ് പാരലൽ കണക്ഷൻ്റെ സ്പെഷ്യാലിറ്റി. വിച്ച് മീൻസ് the total ampere hour of the circuit or the total ampere hour of the combination is 3 ampere hour, but the output voltage, the total output voltage is still 1.5 volt. ഒരു സെല്ലിന്റെ വോൾട്ട് എത്രയാണോ ആ സെല്ലിന്റെ വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ബട്ട് ആംപിയർ ഹവർ എന്ത് ചെയ്യും? സം അപ്പ് ചെയ്ത് വരും. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാരലൽ കണക്ഷൻ ആൻഡ് സീരീസ് കണക്ഷൻ. അപ്പോൾ ഇതിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ജസ്റ്റ് ഇതിനെ നമുക്ക് റെസിസ്റ്റൻസിന്റെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റൻസിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിനെ റെസിസ്റ്റൻസിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് സീരീസിൽ നമ്മളവിടെ വോൾട്ടേജ് ഡിഫറൻറ്റും കറണ്ട് സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണത് ഇവിടെ ആംപിയർ ഹവർ കറണ്ട് റേറ്റിംഗ് സെയിം ആണ്, അതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അത് ഓർത്തിരുന്നാൽ മതി. പാരലൽ കണക്ഷൻ ആയിരുന്നെങ്കിൽ നമ്മളവിടെ വോൾട്ടേജ് സെയിമും കറണ്ട് ഡിഫറൻറ്റും എന്ന് പറഞ്ഞിരുന്നു. സോ ഇവിടെ 1.5 ആണ്, വോൾട്ടേജ് സെയിം, കറണ്ട് ആഡ് അപ്പ് ചെയ്ത് വരും. സോ ദിസ് ഈസ് ദ പാരലൽ ആൻഡ് സീരീസ് കണക്ഷൻ ഓഫ് സെൽസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാരലൽ സീരീസ് കണക്ഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ആപ്ലിക്കേഷൻസിൽ പല രീതിയിലുള്ള വോൾട്ടേജസ്, എനിക്കിപ്പോൾ 1.5 നേരത്തെ പറഞ്ഞ 4.5 വോൾട്ടിന് 1 ആംപിയർ ഹവറുള്ള വേണം, പക്ഷെ എൻ്റെ കയ്യിൽ 1.5ന്റെ 3 1 ആംപിയർ റേറ്റിംഗ് ഉള്ള സെല്ലാന്നാണ് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് 4.5 1 ആംപിയർ ആക്കാം. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ലൈക്ക് ഇൻ റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് പാരലൽ കോമ്പിനേഷനിൽ മിക്സ് ചെയ്തിട്ട് പല വാല്യൂസ് എത്തിക്കാറുണ്ട്. അതേപോലെ സെൽസിനെ നമുക്ക് സീരീസും പാരലലും മിക്സ് ചെയ്ത് കോമ്പിനേഷൻസിൽ ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് അത്തരം പ്രോബ്ലംസ് ഒക്കെ കുറച്ച് ഹയർ ലെവലിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. സോ ദിസ് ഇസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. റെഡി? ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സെക്കൻഡറി സെൽ. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീചാർജബിൾ ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞാൽ റീചാർജബിൾ ആയിട്ടുള്ള സെൽസ്. റീചാർജബിൾ എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെല്ലിന്റെ കെമിക്കൽ ആക്ടിവിറ്റിയെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു സെൽ എടുക്കുക, ആ സെല്ലിനകത്ത് നിന്ന് നമ്മൾ ഔട്ട്പുട്ട് പുറത്തേക്ക് കറണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പുറത്തേക്കാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്, കറണ്ട് പുറത്തേക്കാണ് എടുക്കുന്നത്. സപ്പോസ് ഈ കറണ്ട് ഞാൻ ഇൻ ചെയ്താൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഈ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഓൾറെഡി സപ്പോസ് ഇതിനകത്തുണ്ടായിരുന്ന ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് 2.5 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. 2.5 വോൾട്ട് ആയിരുന്നെങ്കിൽ ആ 2.5 വോൾട്ട് തിരിച്ചു വരുന്നു എങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ് സെക്കൻഡറി സെൽ. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എ സെക്കൻഡറി സെൽ. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന സെല്ലിനെയാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ആ കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചെന്ത് ചെയ്യുക? സപ്ലൈ കൊടുക്കുക. തിരിച്ച് സപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് വോൾട്ടേജ് ബാക്കപ്പ് ചെയ്തെടുക്കുക. ദാറ്റ്സ് കോൾഡ് സെക്കൻഡറി സെൽ. അപ്പോൾ ഈ പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടെക്നിക്കലി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ചാർജിങ്
ആൻഡ് ഡിസ്ചാർജിങ്. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സ്. ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എല്ലാം നടക്കുന്നത് ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ പ്രകാരമാണ് ഈ സെല്ലിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഫാരഡേസ് ലോ ഉണ്ട്. ഫാരഡേസ് ലോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു രണ്ടും ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഇലക്ട്രോഡും ഒരു ഇലക്ട്രോലൈറ്റും വെച്ചിട്ട് കെമിക്കൽ ആക്ഷൻ പ്രോസസ്സിലാണ് നമ്മൾ സെല്ല് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ കെമിക്കൽ ആക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട ലോ ആണ് ഇത് രണ്ടും. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാസ് ഓഫ് എനി സബ്സ്റ്റൻസ് ലിബറേറ്റഡ് during electrolysis is proportional to quantity of electricity which has passed through the electrolyte. അതായത് ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറയുന്നത് which is directly proportional to the quantity of electricity. Quantity of electricity means charge. Quantity of electricity which has passed through the electrolyte. ആ ഇലക്ട്രോലൈറ്റ് കൂടെ പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇലക്ട്രോളിസിസ് പ്രോസസ്സിനകത്ത് ഇലക്ട്രോഡിനകത്ത് മാസ് ഡെപ്പോസിറ്റ് ചെയ്യും. ആ മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിന്റെ സെറ്റപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇലക്ട്രോലൈറ്റ് രണ്ട് ഇലക്ട്രോഡ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആംബിയർ ഔട്ട്പുട്ട് തിരിച്ചെടുക്കുന്നു, ചാർജിങ് ആണെങ്കിൽ തിരിച്ചെടുക്കുന്നു, മറ്റേതാണെങ്കിൽ സപ്ലൈ കൊടുക്കുന്നു ഇലക്ട്രോഡിലേക്ക്. സോ ഈ ഒരു പ്രോസസ്സിംഗ് സമയത്ത്, ഇലക്ട്രോളിസിസ് പ്രോസസ്സിംഗ് സമയത്ത് നമ്മുടെ ഇലക്ട്രോഡിന്റെ മുകളിൽ, ആനോഡിന്റെ മുകളിലോ കാഥോഡിന്റെ മുകളിലോ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റ് കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ക്വാണ്ടിറ്റി അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദിസ് ഇസ് കോൾഡ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the mass of different substances liberated by the same quantity of electricity during electrolysis are proportional to electrochemical equivalent of substance. അപ്പോൾ electrochemical equivalent എന്ന് പറഞ്ഞ വാക്കുണ്ട്, നമുക്ക് പറയാം. ആദ്യം ലോ നോക്കാം. The mass of different substances liberated by the same quantity of electricity. നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു പറയുന്നു. ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളുടെ മാസ്, രണ്ട് സബ്സ്റ്റൻസുകളുടെ മാസ് രണ്ടാണ്, ഡിഫറെന്റ് ക്വാണ്ടിറ്റി. രണ്ട് സബ്സ്റ്റൻസുകൾ ലിബറേറ്റ് ചെയ്യുന്ന മാസ് which is directly proportional to electrochemical equivalent of a substance, which is represented by the letter Z, which is directly proportional to electrochemical equivalent of a substance. അപ്പോൾ നമുക്ക് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഞാൻ ഈ ഐസ് പ്രൊപ്പോർഷണൽ ടു സെഡ് എന്നാണ് എടുത്തത് അല്ലേ. നമുക്ക് മാസ് അല്ലേ പറഞ്ഞത്. മാസ് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോകെമിക്കൽ സീരീസ് അല്ലേ. സോ എം മീൻസ് പ്രൊപ്പോർഷണൽ ടു ഇസെഡ്. സോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന ലിബറേറ്റ് ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് രണ്ട് മാസമായിരിക്കും. രണ്ട് സബ്സ്റ്റൻസുകൾ ലിബറേറ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടിന് മാസമായിരിക്കും. വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ഓഫ് ദി സബ്സ്റ്റൻസ്. അപ്പോൾ അവിടെ പറയുന്ന ഒരു ടേം ആണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എ മാസ്. ഒരു മാസ് ആണ്. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് വെൻ. ഒരു ഇലക്ട്രോലൈറ്റിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് ആണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ, ദ കറന്റ് ഷുഡ് ബി 1 കൂളംബ് ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു കൂളംബ് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോലൈറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടേം, പലതവണ ചോദിച്ച ചോദ്യമാണ്. സോ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ഈസ് ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് liberated from an electrolyte by 1 coulomb of electricity. ഒരു കുളംബ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. സോ ഈ ഒരു ചാർജിങ് പ്രോസസ്സ് നടക്കുന്നത് ഈ പറഞ്ഞ ഇലക്ട്രോളിസിസ് വഴിയാണ്. ആ ഇലക്ട്രോളിസിസിലെ രണ്ട്
പ്രോസസ്സാണ് ചാർജിങ് ഡിസ്ചാർജിങ്. അതിൻ്റെ 2 ലോ ആണ് നമ്മൾ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോ ആയിട്ട് ഫാരഡേസ് ലോ പറഞ്ഞു. ദെൻ ഇലക്ട്രോളിസിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിൻ്റെ മുകളിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യാം. ഒരു മെറ്റൽ സർഫസിൻ്റെ മുകളിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യാം. സിങ്കിൻ്റെ മുകളിൽ ലെഡ് കോട്ട് ചെയ്യും. ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ആ മെറ്റൽ സർഫസ് സിങ്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഡ് കോട്ട് ചെയ്യുന്നു. ത്രൂ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് വഴിയാണ് നമ്മളിത് കോട്ട് ചെയ്യുന്നത്. വെറുതെ ചുമ്മാ പെയിൻ്റ് അടിക്കുന്ന പോലെ പെയിൻ്റ് അടിക്കല്ല. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോപ്ലേറ്റിംഗ് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം കണ്ടീഷൻസ്. കുറച്ച് കണ്ടീഷൻസ് അവിടെ നിർബന്ധമാണ്. ഏതൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത്? ഒന്നാമത്തെ കണ്ടീഷൻ, ദ സർഫസ് ഷുഡ് ബി കെമിക്കലി ക്ലീൻ. ഏത് സർഫസിലാണോ അല്ലെങ്കിൽ ഏത് മെറ്റലിലാണോ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്, ആ മെറ്റലിൻ്റെ സർഫസ് ക്ലീൻ ആയിരിക്കണം. ദാറ്റ്സ് ദ ഫസ്റ്റ് കണ്ടീഷൻ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദ സർഫസ് ഷുഡ് ബി കെമിക്കലി ക്ലീൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ആർട്ടിക്കിൾ ടു ബി പ്ലേറ്റഡ്. ഏത് ആർട്ടിക്കിളാണോ നമുക്ക് പ്ലേറ്റ് ചെയ്യേണ്ടത്, ഏത് ആർട്ടിക്കിളിനാണോ നമ്മൾ പ്ലേറ്റ് ചെയ്യേണ്ടത്, അത് നമ്മുടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യണം. അതേപോലെ തന്നെ മെറ്റൽ ടു ബി ഡെപ്പോസിറ്റഡ്. ഏത് മെറ്റലാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ സബ്സ്റ്റൻസ് നമുക്ക് ആനോഡായിട്ടും ആക്ട് ചെയ്യണം. വിച്ച് മീൻസ് ഇവിടെ നമുക്ക് സിങ്ക് കാഥോഡായിട്ടും ഇത് ആനോഡായിട്ടും എന്ത് ചെയ്യാൻ പറ്റണം? ആക്ട് ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് എ മീനിങ്. അടുത്ത കണ്ടീഷൻ, മെറ്റൽ ടു ബി കോട്ടഡ്. മെറ്റൽ ടു ബി കോട്ടഡ് വിച്ച് മീൻസ് ദ ലെഡ് ഹാസ് ടു ബി ഇൻ ദ സൊല്യൂഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ സൊല്യൂഷനിൽ ആരുണ്ടായിരിക്കണം? നമ്മുടെ ഏത് മെറ്റലിനാണോ കോട്ട് ചെയ്യാനുള്ളത് ആ മെറ്റൽ ഉണ്ടായിരിക്കും. ഇത്രയും കണ്ടീഷൻസ് ആണോ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കാനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സർഫസ് കെമിക്കലി ക്ലീൻ ആയിരിക്കണം. ആർട്ടിക്കിൾ ടു ബി പ്ലേറ്റഡ് which is act as cathode. Metal to be deposited act as anode. Metal to be coated or to be deposited has to be in the solution of electrolyte. ഇത്രയാണ് ഇലക്ട്രോപ്ലേറ്റിനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ there should be a current requirement. ആ കറണ്ട് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ലോ പ്രഷർ DC കറണ്ടാണ്. ഈ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ലോ പ്രഷർ DC കറണ്ടാണ്. നോർമലി ദ പ്രഷർ ഈസ് വേരീസ് ഫ്രം 1 to 16 വോൾട്ട്. 1 വോൾട്ട് മുതൽ 16 വോൾട്ട് വരെയാണ് ഇതിൻ്റെ പ്രഷർ നമ്മൾ എടുക്കാറുള്ളത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് പ്ലേറ്റിംഗ്. ഏത് മെറ്റൽ എത്ര നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നു എന്നനുസരിച്ച് ഇതെന്ത് ചെയ്യും? 1 മുതൽ 16 വരെയുള്ള വോൾട്ടേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്ന സപ്ലൈ എന്ന് പറയും. ദെൻ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ത്രൂ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. ഇലക്ട്രോളിസിസ് പ്രോസസ് ഓഫ് ഡികമ്പോസിങ് ലിക്വിഡ് ബൈ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ലിക്വിഡ് ഡികമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് സിംപിളി നമുക്ക് പറയാം. ദാറ്റ്സ് ആക്ച്വലി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് SL. ദെൻ ഈ ഇലക്ട്രോളിസിസിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ ഒരു 2-3 ടൈപ്പ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിൽവർ പ്ലേറ്റിംഗ് ആണ്. രണ്ടാമത്തത് ക്രോമിയം പ്ലേറ്റിംഗ് ആണ്. മൂന്നാമത്തത് നിക്കൽ പ്ലേറ്റിംഗ് ആണ്. ഇത് 3 പ്രധാനപ്പെട്ട ഇലക്ട്രോപ്ലേറ്റിംഗ് ടൈപ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് 3ലും യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിൽവർ പ്ലേറ്റിങ്ങിൽ സിൽവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലേറ്റ് ചെയ്യുന്നത്. സോ സിൽവർ ആണ് നമ്മളുടെ ആരായിട്ട് ആക്ട് ചെയ്യുക? ആനോഡായിട്ട് ആക്ട് ചെയ്യും. സോ ഇലക്ട്രോലൈറ്റും ആര് തന്നെ വേണം? സിൽവറിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ആയിരിക്കണം വേണ്ടത്. സോ സിൽവർ, പൊട്ടാസ്യം ക്ലോറൈഡ്, ക്ലോറൈഡ് അല്ല, സയനൈഡ്. സിൽവർ, പൊട്ടാസ്യം, സയനൈഡ്. ക്രോമിയം പ്ലേറ്റിങ്ങിലാവുന്ന സമയത്ത് നമുക്ക് ക്രോമിയത്തിൻ്റെ ഏതെങ്കിലും ഒരു സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വേണ്ടത്, വിച്ച് ഈസ് ക്രോമിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ക്രോമിക് ആസിഡിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചർ. സിമിലർലി നിക്കൽ പ്ലേറ്റിംഗ് ആണെങ്കിൽ നിക്കലിൻ്റെ വേണം, നിക്കൽ,
അമോണിയം സൾഫേറ്റ്, നിക്കൽ, അമോണിയം സൾഫേറ്റ്. ഈ 3 പ്ലേറ്റിങ്ങുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഈ 3 പ്ലേറ്റിങ്ങുകളും യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്, സിൽവറിനാണെങ്കിൽ സിൽവർ പൊട്ടാസ്യം സയനൈഡ്, ക്രോമിയം ആണെങ്കിൽ ക്രോമിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, ക്രോമിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്, നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കൽ അമോണിയം സൾഫേറ്റ്. ഇതിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്ന പ്ലേറ്റിങ്ങിൻ്റെ യൂസ് ചെയ്യുന്ന ആനോഡ് ഏതാണോ അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സിൽവറാണ് നിങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ സിൽവറിൻ്റെതായിരിക്കണം, ക്രോമിയമാണ് പ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ക്രോമിയത്തിൻ്റെതായിരിക്കണം, നിക്കലാണ് പ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിക്കലിൻ്റെതായിരിക്കണം. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് ആണ് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് 3 ടൈപ്പ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രോളിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇതല്ലാതെ ഇലക്ട്രോളിസിസിന് വീണ്ടും 1-2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇലക്ട്രോളിസിസിന് ഇതല്ലാതെ വീണ്ടും ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ ഇലക്ട്രോ റിഫൈനിങ് ഓഫ് മെറ്റൽ. ഇലക്ട്രോ റിഫൈനിങ് ഓഫ് മെറ്റൽ, നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ മെറ്റലിൻ്റെ ഓറിൽ നിന്നും മെറ്റൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതിൽ നമ്മൾ കോപ്പറിൻ്റെ റിഫൈനിങ് പ്രോസസ്സിൽ നമ്മൾ അതിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ ഉള്ള ഒരു എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിലുള്ള ഒരു പ്രോസസ്സാണ് റിഫൈനിങ്. ആ റിഫൈനിങ് പ്രോസസ്സിൽ, കോപ്പറിൻ്റെ റിഫൈനിങ് പ്രോസസ്സിൽ നമ്മൾ ഇലക്ട്രോളിസിസ് വെച്ചിട്ടാണ് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നത്. സോ ഇലക്ട്രോളിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണത്, ദ റിഫൈനിങ് ഓഫ് കോപ്പർ. രണ്ടാമത്തത്, ഒന്നാമത്തെ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് പറഞ്ഞു, രണ്ടാമത്തെ ഇത് പറഞ്ഞു. മൂന്നാമത്തെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ പൊളാരിറ്റി ഓഫ് DC സർക്യൂട്ട്, DC സപ്ലൈ. ടു ഡിറ്റർമിൻ ദ പൊളാരിറ്റി ഓഫ് എ DC സപ്ലൈ. DC സപ്ലൈയിലെ പൊളാരിറ്റി ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. കാരണം ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ നമുക്ക് ആനോഡും കാഥോഡും ഉണ്ട്, പോസിറ്റീവ് ഇലക്ട്രോഡുണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡുണ്ട്. ആ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? ആ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ പൊളാരിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, വിച്ച് മീൻസ് ദ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓർ ദ പൊളാരിറ്റി ഓഫ് എ DC സപ്ലൈ. ദെൻ നാലാമത്തതാണ് ഇലക്ട്രോ ടൈപ്പിംഗ്. ഇലക്ട്രോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിംഗിന് തന്നെ വേറെ പോലെയുള്ള സാധനമാണ്. നമ്മൾ ഇലക്ട്രോ ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈപ്പിംഗ് ദ ലെറ്റേഴ്സ് ഇൻ എ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ മുകളിൽ ഇലക്ട്രോളിസിസ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്തെടുക്കുക. നമ്മൾ എന്താ ചെയ്യുക? ടേൺ ചെയ്തെടുക്കുന്നതിന് പകരം ടൈപ്പ് ചെയ്തെടുക്കുക. ഇലക്ട്രോളിസിസ് പ്രോസസ്സിലൂടെ നമ്മൾ അതിനകത്തേക്ക് ടൈപ്പ് ചെയ്യുക, പഞ്ച് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്തെടുക്കുക. ദാറ്റ്സ് കോൾഡ് ടൈപ്പ് ചെയ്യുക. മീൻസ് ഇലക്ട്രോളിസിസ് പ്രോസസ്സിലൂടെ ഇതിന് നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുക. ദാറ്റ്സ് പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോ ടൈപ്പിംഗ്. ഇത്രയാണ് നമ്മൾ ഇലക്ട്രോളിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ് വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. പിന്നെ രണ്ടാമത്തെ സാധനം, ലാസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം അധികം ചോദിച്ച് കാണാറില്ല, ബട്ട് ഇതും കോപ്പറിൻ്റെ റിഫൈനിങ് പ്രോസസ്സിൽ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യുന്നു. ഇലക്ട്രോ പ്ലേറ്റിംഗിലും ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യുന്നു. ഇലക്ട്രോ പ്ലേറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റുകൾ, 3 ടൈപ്പ് ഇലക്ട്രോലൈറ്റുകൾ ഇതൊക്കെ. അതിനകത്ത് കാഥോഡായിട്ട് ആരാക്ട് ചെയ്യും, ആനോഡായിട്ട് ആരാക്ട് ചെയ്യും. ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, താങ്ക് യു.